ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു മാങ്ങാ ചമ്മന്തിയാണ്. ഇപ്പോൾ 50 നോമ്പിൻ്റെയൊക്കെ സമയമാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം ഒരു ഇച്ചിരി മോരും കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തൃപ്തിയായിട്ട് നമുക്ക് ചോറുണ്ടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് 3 കപ്പ് ലെവലായിട്ടാണ് ഫ്രഷായിട്ട് ചെറിയ തേങ്ങ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചേർത്തോണം കേട്ടോ. ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പുളിയില്ലാത്ത നല്ല നീളമുള്ള മാങ്ങയുണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗവും എടുത്തിട്ടുണ്ട്. 5 കഷ്ണം കൊച്ചുള്ളിയും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. മാങ്ങ ചമ്മന്തിക്കകത്ത് ഇഞ്ചി അധികം പേരും ചേർക്കത്തില്ല, പക്ഷെ ചെറിയ ഒരളവ് ഇഞ്ചി ചേർക്കുന്നത് കുറേ കൂടെ ടേസ്റ്റ് കൂട്ടുമേ. ആദ്യം നിങ്ങളെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണേ. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി ഒരു 3ആയിട്ട്, പിന്നെ ഓരോ വലിയ പച്ചമുളകും ഒരു 3ആയിട്ട് 4ആയിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. മാങ്ങയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. കാരണം ഇതെല്ലാം കൂടാണ് നമ്മൾ മിക്സി ജാറിൽ ആദ്യമൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നത്. 1 കപ്പ് തേങ്ങയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറ് മതി. ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ജാറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ തേങ്ങയെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പോലും വെള്ളം നിങ്ങൾ ഒഴിക്കല്ലേ. 1 ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾ പക്ഷേ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതിയേ. പിന്നെ ഏറ്റവും അവസാനം വേണം കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട്. കറിവേപ്പില ഒരു 2 തണ്ടും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഊരിയിട്ടിട്ട് ആ കറിവേപ്പില അങ്ങ് പൂർണ്ണമായിട്ട് അരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. പിന്നെ പുളിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പുളിയില്ലാത്ത വലിയൊരു മാങ്ങയുടെ 1/4 ഭാഗം ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം എന്ത് പെട്ടെന്നാണ് നമ്മുടെ നല്ല ഒന്നാന്തരം മാങ്ങ ചമ്മന്തി റെഡിയായത്. അപ്പോൾ എൻ്റെ ചാനലിൽ എൻ്റെ ഈ വീഡിയോയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ മുഴുവനും നിങ്ങൾക്ക് അപ്പോൾ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഞാൻ ഈ ചേർത്തതിൽ നിങ്ങൾ ഇഞ്ചി ആയിരിക്കും ചേർക്കാത്ത ഒരു കാര്യം. പക്ഷേ നിങ്ങൾ ഇതുവരെ ഇഞ്ചി ചേർത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഇഞ്ചി ഒന്ന് ചേർത്ത് ഒന്ന് അരച്ച് നോക്കണേ. വളരെ ചെറിയൊരു കഷ്ണമാണ് ചേർക്കുന്നത് കേട്ടോ. ഇഞ്ചി ഒരിക്കലും കൂടി പോകരുതേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്